ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ചിറയിൽ ചുങ്കത്തുള്ള ചിറയിൽ ഗാർഡനിലാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരുപാട് എന്താ പറയുക, മാവും തയ്യും കവുങ്ങും തയ്യും ചെടികളും പേരക്കന്മാരും എല്ലാ വകയും ഇങ്ങോട്ട് ഞാൻ കണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയൊരു നഴ്സറി തന്നെ കാണുന്നത്. അടിപൊളിയാണ് ഇവിടെ കാണാൻ. ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ തന്നെ സ്വാഗതമായി നിൽക്കുന്ന മാമ്പഴ കൂട്ടങ്ങൾ കണ്ടില്ലങ്ങള്. എന്തോ ഒരു ചൊറുക്കുള്ള മാങ്ങകളില്ലേ, അതിൻ്റെ ഒരു വലുപ്പാണെങ്കിലോ പറയും വേണ്ട. ചെറിയൊരു മരത്തമ്പില് വലിയൊരു മാങ്ങ. ഇതാണ് കേട്ടോ ഇവിടുത്തെ അത്ഭുത കാഴ്ച. അപ്പുറത്തേക്കാണ് നോക്കിയപ്പോഴാണെങ്കിലോ വലിയൊരു നഴ്സറിയും പല വർണ്ണ ചെടികളും നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ചെടികളും എല്ലാ തൈകളും ഇവിടെ ലഭ്യമാണ് കേട്ടോ. പച്ചപ്പിന്റെ നടുവിലുള്ള കൊച്ചുകാട്ടിലിരുന്ന് ആകാശത്തേക്കാണ് നോക്കിയപ്പോഴോ വിമാനങ്ങൾ വന്നിറങ്ങുന്ന മനോഹരമായ ദൃശ്യം ഞാൻ കണ്ടു. പിന്നെയാണെങ്കിലോ ഈ 30-40 ഏക്കർ തോട്ടത്തിന് മുഴുവൻ ജീവനേകുന്ന ഒരു വലിയൊരു പിഷ്ട. ഇതിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ വലിയ തോട്ടത്തിലെ ചെടികൾ മുഴുവൻ നനയ്ക്കുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് കൺകുളിർക്ക് കാഴ്ചകൾ കാണാനും പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ നമ്മളെ ഈ ചിറയിൽ ഗാർഡൻ. ഈ കാണുന്ന പ്ലാവും തൈകളും ഈ കാണുന്ന കവുങ്ങും തൈകളും എല്ലാ ചെടികളും നമ്മളെ ചിറയിൽ ഗാർഡൻസ് തന്നെ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവര് മുഴുവൻ ഗ്യാരണ്ടിയാണ് കേട്ടോ നമുക്ക് തരുന്നത്. ഈ പാച്ചാണ് ഇതിന്റെ സയൺ എന്ന് പറയുന്നത്. നമ്മളെ ഒട്ടുകമ്പ് നമ്മൾ കാഴ്ച മരത്തിൽ നിന്ന് എടുത്തു വെക്കുന്ന തൈ ഇതാണ്. ഇത് ഇതിന്റെ സീഡ്ലിംഗ് വിത്ത് മുളപ്പിച്ച് സാധാ സീഡ്ലിംഗ് ആണ്. ഇതിലിത് വെച്ച് കെട്ടി ഒട്ടിക്കും മുകളം. അങ്ങനെ മുകൾ ഒട്ടിക്കുന്നതിന് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ബഡ്ഡിങ്ങിലൂടെ ഉൽപ്പാദിപ്പിച്ച തൈയാണ്. ഇതിൽ ശരിയായി പിടിച്ച തൈകൾ ഇങ്ങനെ റെഡി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കെട്ടയച്ച് വിടും. കെട്ടയച്ചിട്ട് പിടിച്ചതിൻ്റെ ഇങ്ങനെ വെട്ടി വിടും. വെട്ടിടുമ്പോൾ തൈ മുളച്ച് വരും. കണ്ടില്ല, ഇങ്ങനെ ആയി വരുന്നത് ഇതൊക്കെ ആവുന്നുള്ളതാണ്. ഇപ്പോൾ ഈ തൈ കൂട്ടുകയാണെങ്കിൽ ഇതാണ് മുള വരുന്നുണ്ടല്ലേ. ഇതാണ് ഇതിപ്പോൾ പുതിയ പമ്പ് ഇങ്ങനത്തെ ഇതിനൊക്കെ ഒഴിവാക്കും. ഈ കാണുന്നത് ഇത് മുള വരുന്നുണ്ടല്ലേ. ഇതാണ് ഇപ്പോൾ ഈ തൈ മാത്രം നമ്മൾ വളർത്തി വലുതാക്കുമ്പോഴാണ് പൂർണ്ണതയിലെത്തുക. അങ്ങനെ ഇത് വലുതായി ഒരു വിൽപ്പനയ്ക്ക് പരിവാകുമ്പോൾ നമ്മൾ സെയിലിന് കൊണ്ടുപോകുള്ളൂ. ഇത് പ്രൊഡക്ഷൻ സ്റ്റേജുകളിലാണ്. ബഡ് ചെയ്ത് പിടിച്ച് അതിൻ്റെ കയറ്, അതായത് ബഡ്ഡിങ് ടാപ്പ് അയച്ച് ഒഴിവാക്കി അങ്ങനെ പിടിച്ച് അതിൻ്റെ മോൾ ഭാഗം വെട്ടി ഒഴിവാക്കി നിർത്തിയതാണ്. ഇത് വളർന്ന് വലുതായി കഴിഞ്ഞാലാണ് ഇപ്പോൾ ഇതിപ്പോൾ N80 കമ്പൗണ്ട് ഒട്ടിച്ചാണെങ്കിൽ ഇതായിരിക്കും N80. അല്ല നമ്മൾ സീസറോ മല്ലുവാനോ E35 ഏതാണ് ഒട്ടിക്കുന്നത് ആ തൈ ആയിരിക്കും വളർന്നു വരിക. ഈ ഒരു സായാണ് ഇതിൻ്റെ ഈ പോർഷൻ മാത്രമേ നിലനിർത്തുള്ളൂ.